പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. മേളത്തോൾ അഗ്നിഹോത്രി വളർന്നു, യുവാവായി കഴിഞ്ഞു. വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും ഉള്ള പാണ്ഡിത്യം അദ്ദേഹത്തെ പ്രസിദ്ധനാക്കി. അഗ്നിഹോത്രിയുടെ പ്രധാന കാര്യസ്ഥനാണ് പാച്ചൻ. ഒരു ദിവസം അഗ്നിഹോത്രി പാച്ചനെ വിളിച്ചു പറഞ്ഞു, പാച്ച, നമ്മുടെ യാഗശാലയൊന്ന് പൊളിച്ചു പണിയണം. പണി കേമാവണം. സമർത്ഥനായ ഒരു തച്ചനെ വരുത്തിക്കോളൂ. ഉളിയന്നൂർ പെരുന്തച്ഛനെ തന്നെ വരുത്താം. അദ്ദേഹത്തേക്കാൾ കഴിവുള്ള ഒരാശാരി ഇന്ന് മലയാളക്കരയിലില്ലാന്ന് എല്ലാവരും പറയണു. പാച്ചൻ പറഞ്ഞു, എന്നാൽ പെരുന്തച്ഛനെ തന്നെ വരുത്തൂ. പെരുന്തച്ഛൻ വന്നു. ആദ്യമായിട്ട് കാണുകയാണ്, സന്തോഷായി. അഗ്നിഹോത്രിയെ താണു വണങ്ങിക്കൊണ്ട് പെരുന്തച്ഛൻ പറഞ്ഞു, പെരുന്തച്ഛൻ പെരുന്തച്ഛൻ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ കാണാൻ സാധിച്ചതിൽ നമുക്കും സന്തോഷമുണ്ട്, അഗ്നിഹോത്രി പറഞ്ഞു. രണ്ടുപേരും പരസ്പരം നോക്കി. തങ്ങളെ രണ്ടുപേരെയും എന്തോ പരസ്പരം അടുപ്പിക്കുന്നു. എന്താണത്? മനസ്സിലാവുന്നില്ല. പെരുന്തച്ഛനെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ? ഉവ്, യാഗശാല പൊളിച്ചു പണിയാനാണ് അടിയനെ വരുത്തിയതെന്ന് മനസ്സിലായി. അഗ്നിഹോത്രിയും പെരുന്തച്ഛനും കാര്യസ്ഥനും ഇല്ലപ്പറമ്പിലേക്ക് നടന്നു. യാഗശാലയുടെ സ്ഥാനം ഇങ്ങോട്ടാക്കിയാൽ എന്താണെന്ന് നിരീക്കുക. പെരുന്തച്ഛൻ എന്തു പറയണു? തച്ചൻ ഇല്ലപ്പറമ്പ് മുഴുവനും നോക്കിക്കണ്ടു. മൂലസ്ഥാനം നിർണയിച്ചു. അവിടെ ചെന്ന് നിന്നു. ചില കണക്കുകൾ കൂട്ടി. തമ്പുരാൻ നിശ്ചയിച്ച സ്ഥലത്ത് തന്നെ ആവാം യാഗശാല. എന്നാൽ പിന്നെ നാളെ തന്നെ പണി ആരംഭിക്കാം. എന്താ, അങ്ങനെയല്ലേ പെരുന്തച്ഛ? നാളെ തന്നെ പണി തുടങ്ങാം, ഒരു വിരോധവും ഇല്ല, പെരുന്തച്ഛൻ പറഞ്ഞു. യാഗശാലയുടെ പണി ആരംഭിച്ചു. 2 മാസം കൊണ്ട് പൂർത്തിയായി. പെരുന്തച്ഛൻ തൻ്റെ ജോലിയിൽ കാണിച്ച സാമർഥ്യവും ആത്മാർത്ഥതയും അഗ്നിഹോത്രിയെ പുളകമണിയിച്ചു. യാഗശാലയുടെ നിർമ്മാണം കരവിരുത് നിറഞ്ഞതായിരുന്നു. സങ്കല്പത്തിൽ അഗ്നിഹോത്രി കണ്ട യാഗശാലയേക്കാൾ മേന്മ അതിനുണ്ടായിരുന്നു. അഗ്നിഹോത്രി പറഞ്ഞു, പെരുന്തച്ഛ, യാഗശാലയുടെ പണി പൂർത്തിയായി. ഇനി പെരുന്തച്ഛൻ എനിക്കൊരു കാര്യം കൂടി ചെയ്തു തരണം. എന്താണാവോ? അഗ്നി കൊളുത്താനുള്ള മുഹൂർത്തം കൂടി ഒന്ന് നിശ്ചയിക്കണം. അഗ്നി കൊളുത്തൽ കർമ്മം കഴിഞ്ഞാൽ പെരുന്തച്ഛന് തിരിച്ചു പോവാം. വേദപണ്ഡിതനായ സാക്ഷാൽ തമ്പുരാൻ ഇവിടെ ഉള്ളപ്പോൾ അടിയൻ മുഹൂർത്തം നിശ്ചയിക്കണത് ശരിയാണോ? മുഹൂർത്തം നിശ്ചയിക്കണത് പെരുന്തച്ഛൻ. നമ്മുടെ തീരുമാനമാണത്, അഗ്നിഹോത്രി പറഞ്ഞു. മുഹൂർത്തം നിശ്ചയിക്കപ്പെട്ടു. ആ ദിവസം സമാഗതമായി. പുരോഹിതന്മാരും നാട്ടുകാരുമടക്കം ഒരു വലിയ പുരുഷാരം തന്നെ യാഗശാലയിലെത്തി. അഗ്നി കൊളുത്താനുള്ള മുഹൂർത്തമായെന്ന് തോന്നുന്നു, പെരുന്തച്ഛൻ പറഞ്ഞു. പഞ്ചവാദ്യം മുഴങ്ങി. അഗ്നിഹോത്രി പെട്ടെന്ന് പറഞ്ഞു, പെരുന്തച്ഛൻ തന്നെ അഗ്നി ജ്വലിപ്പിക്കണം. പെരുന്തച്ഛൻ അമ്പരന്നു. എന്താണീ കേൾക്കുന്നത്? അയ്യോ, എന്തായി പറയണത്? അടിയൻ ആശാരിയാണ്. അഗ്നി കൊളുത്തേണ്ടത് ഇവിടുത്തെ തൃക്കൈ കൊണ്ട് തന്നെ വേണം, പെരുന്തച്ഛൻ പറഞ്ഞു. ഏയ്, അത് പറ്റില്ല. ആശാരിക്ക് യാഗശാല നിർമ്മിക്കാമെങ്കിൽ അഗ്നിജ്വലനവും ആശാരിക്ക് തന്നെ നിർവഹിക്കാം. നമ്മുടെ ആഗ്രഹം അതാണ്. പെരുന്തച്ഛൻ തടസ്സം പറയരുത്. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.